എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോണി MHC GNV111D എന്ന് പറയുന്ന സോണിയുടെ ഡെക്ക് സെറ്റാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്തേണ്ടതാണ്. കാര്യം ഇതിൻ്റെ CD-യോ കാസറ്റോ ഒന്നും വർക്ക് ചെയ്യില്ല എങ്കിലും നമ്മുടെ ഒരു എക്സ്റ്റേണലായിട്ടൊരു USB പ്ലെയർ ബോക്സ് വെച്ച് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇടയ്ക്കായിട്ട് ഇതിങ്ങനെ സ്റ്റാൻഡ് ബൈയിൽ നിൽക്കുന്നു, ഓണാകുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റുമായിട്ടാണ് നമുക്കിത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കാം. ഞാൻ ഓൾറെഡി ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സ്റ്റാൻഡ് ബൈ പ്രോബ്ലം പല കാരണങ്ങൾ കൊണ്ടും വരും. ചിലതിലൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷനായിട്ടൊക്കെ വരുന്ന രീതിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ് കംപ്ലൈൻറ്റ്, നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്തപ്പോഴത്തേക്കും ഇവിടെ വന്നിരിക്കുന്നത് ഓറഞ്ച് ലൈറ്റാണ്. റെഡ് ലൈറ്റ് വരേണ്ടടുത്ത് ഓറഞ്ച് ലൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓറഞ്ച് ലൈറ്റ് വരുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ഓറഞ്ച് ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത്, ഇതിൻ്റെ ഈ ഫ്രണ്ട് പാനൽ സ്വിച്ചും കണക്ഷൻ കാര്യങ്ങൾ ഇതൊക്കെ എവിടെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ രീതികളൊക്കെ നമുക്കറിയണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളിതിൻ്റെ സർവീസ് മാനുവൽ എടുക്കണം. യൂസർ മാനുവൽ അല്ല, സർവീസ് മാനുവൽ. അതിനകത്ത് മാത്രമേ ഇതിൻ്റെ ഡയഗ്രാം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ ഡയഗ്രാം ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. ഇതിനകത്ത് കൺട്രോളിങ്ങിന് 2 MC ആണ് വരുന്നത്. MC മീൻസ് പ്രോസസ്സർ. ഒന്ന് നമ്മുടെ ഈ ഡിസ്പ്ലേ കൺട്രോൾ ചെയ്യുന്നതിനും ഈ സ്വിച്ചുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നതിനും ഒരു IC ഉണ്ടാവും. പിന്നെ വരുന്നത് സിസ്റ്റം കൺട്രോളർ IC എന്നും പറഞ്ഞ് വേറെ ഒരെണ്ണുണ്ടാവും. അപ്പോൾ ഈ പവർ സ്വിച്ചും ഈ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ 2 സ്വിച്ചും മാത്രമാണ് നമ്മുടെ സിസ്റ്റം കൺട്രോളർ യൂണിറ്റിലോട്ട് വരുന്നത്. ബാക്കി വരുന്ന എല്ലാ സ്വിച്ചുകളും ഈ ഡിസ്പ്ലേ അടക്കം എല്ലാം നമ്മുടെ ഈ ഒരു മെയിൻ ICക്കുള്ളിൽ, അതായത് ഡിസ്പ്ലേ ICക്കുള്ളിലാണ് വരുന്നത്. അതൊരു ഡിസ്പ്ലേ IC എന്ന് പറയാൻ പറ്റില്ല, കറക്റ്റ് ഒരു MC ആണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ട പാർട്ടെന്ന് പറയുന്നത് ഡിസ്പ്ലേ സൈഡല്ല, ഈ 2 സ്വിച്ച് വരുന്ന നമ്മുടെ സിസ്റ്റം കൺട്രോളർ ICയുടെ സൈഡിലാണ് നമുക്ക് ഈ ഒരു ഫോൾട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്കിതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനും കൂടി ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ സൈഡ് നമുക്ക് ഈ സൈഡിലാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഇരിക്കുന്ന പ്രോസസ്സർ IC MCU എന്ന് നമ്മൾ പറയും. ഈ MCU കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ടിട്ടാണ് നമുക്കവിടെ ഓറഞ്ച് ലൈറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തതെന്ന് ഞാൻ ഫുൾ ഡയഗ്രാമോ എടുത്ത് മണിക്കൂറുകളെടുത്ത് ഫുൾ അരിച്ചു പറക്കി നോക്കിയതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഈ ക്രിസ്റ്റൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എത്ര ഹെർട്സിൻ്റെ ആണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 2 ക്രിസ്റ്റലുകൾ വരുന്നുണ്ട്. ഒന്ന് ടൈം ക്രിസ്റ്റൽ, രണ്ടാമത്തത് 5 MHz ക്രിസ്റ്റൽ. അപ്പോൾ ഈ ഇതിൽ വരുന്ന ഈ 5 MHz ക്രിസ്റ്റൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലതായിട്ടാണ് ഞാനിതിനകത്ത് കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഓറഞ്ച് ലൈറ്റാണ് ഇവിടെ ഉള്ളത്. ഞാൻ എൻ്റെ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ ഞാൻ വോൾട്ടേജ് മോഡിലിട്ടിട്ട് നെഗറ്റീവ് പ്രോബ് ബോഡിയിൽ ഗ്രൗണ്ട് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഈ ക്രിസ്റ്റലിൻ്റെ ഈ ഒരു സൈഡ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓറഞ്ച് മാറിയിട്ട് കറക്റ്റ് റെഡ് കളറിൽ ലൈറ്റ് വന്നു. പക്ഷേ ഇത് പ്രസ് ചെയ്താലോ നമ്മുടെ ഡിസ്പ്ലേയിൽ യാതൊന്നും തന്നെ ഇല്ല. ദാറ്റ് മീൻസ് ഈ ഒരു ക്രിസ്റ്റൽ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ക്രിസ്റ്റൽ ഇവിടെ നിന്ന് മാറിയിട്ട് ഇത് പ്രോപ്പറായിട്ട് റെഡ് കളർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പവർ ഓഫ് ചെയ്യണം. പവർ ഓഫ് ചെയ്തിട്ട് ഇവിടുത്തെ പവർ കറക്റ്റായിട്ട് ഡിസ്ചാർജ് ആയോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം. പ്രോപ്പറായിട്ട് ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ വോൾട്ടേജ്
ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് കറക്റ്റ് ഇത് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷമേ നമ്മൾ ഈ ക്രിസ്റ്റൽ അടിക്കാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ മെയിൻ MCU ഡാമേജ് ആവും. അപ്പോൾ അത് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വോൾട്ടേജ് നമ്മൾ കൃത്യമായിട്ട് എല്ലാ വോൾട്ടേജും അതിൽ ഡ്രോപ്പ് ആയെന്ന് ഉറപ്പ് വരുത്തണം. ഇതിലിപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ക്രിസ്റ്റലിൽ ആ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 2.9 വോൾട്ട് ഉണ്ട്, ഇവിടെ 2.9 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് ഇവിടെ നിന്ന് ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്രിസ്റ്റൽ ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു ക്രിസ്റ്റലിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഈ ഒരു ക്രിസ്റ്റലിലുള്ള വോൾട്ടേജ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഡ്രോപ്പ് ആയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിട്ടും ഇതിനകത്ത് വോൾട്ടേജ് നിൽക്കുകയായിരുന്നു. കാര്യം ഇവിടുത്തെ റീസെറ്റിൽ ഒരു നല്ല കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്. ഈ ഒരു കപ്പാസിറ്ററിൽ വോൾട്ടേജ് നിന്നത് കൊണ്ടിട്ടാണ് നമ്മുടെ ക്രിസ്റ്റലിലും അതേ വോൾട്ടേജ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം റീസെറ്റ് പിന്നിൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ക്രിസ്റ്റലിലും വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജ് ഫുള്ള് ഇപ്പോൾ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ആ ക്രിസ്റ്റൽ അവിടെ നിന്ന് ഊരി എടുത്തിട്ട് എത്ര ഹെർട്സിൻ്റെ എന്ന് നോക്കാം. നമ്മുടെ സർവീസ് മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് 5 മെഗാഹെർട്സ് ആണ്. നമുക്കൊന്ന് ഊരി എടുത്തിട്ട് ഓക്കെ, അപ്പോൾ ഞാൻ ആ ക്രിസ്റ്റൽ അതിനകത്തുനിന്ന് ഊരി എടുത്തിട്ടുണ്ട്. എന്താണ് എൻ്റെ ക്രിസ്റ്റൽ 5ൻ്റെ തന്നെയാണ് കിടക്കുന്നത്. 5 ഹെർട്സ് 500 GTS08 എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ. ഈ ഒരു ക്രിസ്റ്റൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഞാൻ ഇത് ഇപ്പോൾ ഇന്ന് സംഘടിപ്പിച്ചുകൊണ്ട് വരട്ടെ. 5 മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റൽ എൻ്റെ 4, 8 ഇതൊക്കെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് 500 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കിതിനകത്തൊന്ന് ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു പുതിയ ക്രിസ്റ്റൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതല്ല, ഇത് പഴയത്, ഇത് പുതിയത്. അപ്പോൾ ഈ 5 മെഗാഹെർട്സിൻ്റെ ഇത് കൃത്യമായിട്ട് നമുക്കൊന്ന് കാണാൻ കൂടി പറ്റില്ല. അത് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഈ 5 മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റൽ ഇട്ടിട്ട് ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കാം. നമ്മുടെ ആ ഒരു നിഗമനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന്. ഇത് വളരെ ദൂരമാണല്ലോ. ഈ 3 ഹോളിലാണ് ഇത് വെക്കേണ്ടത്. അഴിച്ചിട്ടില്ല, അഴിച്ചു കൊടുക്കാൻ. ഓക്കെ, പ്രോപ്പറായിട്ട് അകത്തിരുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രിസ്റ്റൽ കറക്റ്റായിട്ട് ഇരുന്നു. ഇനി ട്രാക്കെല്ലാം കറക്റ്റാണോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ടിൻ്റെയും ട്രാക്കും കറക്റ്റാണ്. ഇനി ഇത് നമുക്കൊന്ന് ഓൺ ചെയ്തിട്ട് ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ കറക്റ്റ് റെഡ് വന്ന് സോണി എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്.
ഇനി ഇതിപ്പോൾ ഡെമോ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെമോ കാണിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, അപ്പോൾ ഇനി പവർ ബട്ടൺ പ്രസ് ചെയ്ത് ഇപ്പോൾ വോളിയം വന്നു. പ്ലീസ് വെയിറ്റ് വന്നുകൊണ്ട് എല്ലാം പെർഫെക്റ്റ്. ഇതിൻ്റെ CD പ്ലെയറിൻ്റെ ബെൽറ്റൊക്കെ ദ്രവിച്ച് കിടക്കുകയാണ്, അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. സെലക്ഷൻ എല്ലാം മാറുന്നുണ്ട്, ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റൽ മാത്രമായിരുന്നു ഇതിൻ്റെ പ്രശ്നം. എവിടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ ക്രിസ്റ്റൽ മാത്രമായിരുന്നു ഈ ഒരു സെറ്റിൻ്റെ പ്രശ്നം. അത് മാറിയപ്പോഴത്തേക്കും നമ്മുടെ സെറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്യണം. ഓഡിയോ ടെസ്റ്റ് ചെയ്യാൻ ഇതിനകത്ത് USB കാര്യങ്ങളൊന്നുമില്ല. നമ്മളൊരു ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്ക് വന്ന കംപ്ലൈൻറ്റ് ഇത് സ്റ്റാൻഡ് ബൈയിലോട്ട് കിടക്കുകയായിരുന്നു. സ്റ്റാൻഡ് ബൈ റിലീസ് ആവുന്നില്ല, ഓൺ ആകുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ആയിട്ടാണ് ഈ ഒരു സെറ്റ് വന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കിത് പ്രോപ്പറായിട്ട് ഓൺ ആവുന്നുണ്ട്. സെലക്ഷൻ കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. സ്വിച്ചും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇത് ഫ്രീ ഇക്വലൈസറാണ്. ഇക്വലൈസർ എല്ലാം മാറുന്നുണ്ട്. ബാക്കി എല്ലാം ഫങ്ഷനും കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സെറ്റ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഡിയോ ടെസ്റ്റ് ഉണ്ട്. ഓഡിയോ ടെസ്റ്റ് ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്തിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിക്കോളാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.